സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സ്രോതസ്സിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ വാക്യമാണ്. സൂറ ഗാഫിർ, അദ്ധ്യായം 40, വാക്യം 55. അതെ, സാധാരണ നമ്മൾ വലിയ വിഷയങ്ങളൊക്കെയാണ് എടുക്കാറ്. പക്ഷെ ഇന്നൊരൊറ്റ വാക്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് വളരെ കൗതുകകരമാണ്. തീർച്ചയായും. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇതിന്റെ ഒരു ഘടനയാണ്. സാധാരണ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോടൊന്നുകിൽ ക്ഷമിക്കാൻ പറയും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അല്ല, ക്ഷമിക്കുക, എന്നിട്ട് സ്വന്തം തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, അതിനുശേഷം ദൈവത്തെ സ്തുതിക്കുക. ഒരേ സമയം പുറത്തേക്കും പിന്നെ ഉള്ളിലേക്കും പിന്നെ മുകളിലേക്കും നോക്കാനുള്ള ഒരു നിർദ്ദേശം. ശരിയാണ്. ഇതൊരു ലീനിയർ പ്രോസസ് അല്ല, മറിച്ച് ഒരേ സമയം പ്രവർത്തിക്കുന്ന 3 മാനസിക തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു 360 ഡിഗ്രി സമീപനം എന്ന് പറയാം. കൊള്ളാം. ആ ഒരു വാക്കെനിക്ക് ഇഷ്ടപ്പെട്ടു. സമ്പൂർണ്ണ പാക്കേജ്. അതെ, ഒരു സമ്പൂർണ്ണ പാക്കേജ് പോലെ. ശരി, നമുക്ക് ആ വാക്യം ഒന്ന് കേൾക്കാം. അതിനാൽ ക്ഷമിക്കുക. തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുകയും വൈകുന്നേരവും രാവിലെയും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. ഓക്കെ, നമുക്കിതിന്റെ ആദ്യത്തെ പടിയിലേക്ക് കടക്കാം. അതിനാൽ ക്ഷമിക്കുക. ഈ വാക്യത്തിന്റെ തുടക്കം തന്നെ വളരെ ശക്തമാണ്. വെറുതെ ക്ഷമിക്കുക എന്നല്ല പറയുന്നത്. ക്ഷമിക്കുക കാരണം ദൈവത്തിന്റെ വാഗ്ദാനം സത്യമാണെന്നാണ്. അവിടെയാണ് കാര്യം. അതെ, അവിടെയാണ് ഇതിന്റെ കാതൽ. അപ്പോ ഇവിടത്തെ ക്ഷമ എന്നത് നിസ്സഹായതയുടെ ഭാഗമായുള്ള ഒരു കാത്തിരിപ്പല്ല. അതായത് എല്ലാം വിധി, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നൊരവസ്ഥയല്ല. അല്ല. അപ്പോൾ ഈ പല്ല് കടിച്ച് സഹിച്ച് എങ്ങനെയെങ്കിലും ഈ സമയമൊന്ന് തീർന്നാൽ മതി എന്ന് വിചാരിക്കുന്നതല്ല യഥാർത്ഥ ക്ഷമ എന്നാണോ? പലപ്പോഴും എന്റെ മനസ്സിൽ വരുന്ന അങ്ങനൊരു ചിത്രമാണ്. അല്ല, ശരിക്കും അതല്ല. മറിച്ച് ഇതൊരു ലക്ഷ്യബോധമുള്ള പ്രതീക്ഷയിലധിഷ്ഠിതമായൊരു നിലപാടാണ്. ഒരു കർഷകൻ വിത്ത് നട്ടിട്ട് വിളവിനായി കാത്തിരിക്കുന്നത് പോലെ. നല്ലൊരു ഉദാഹരണമാണത്. അയാൾക്ക് മഴയെയോ വെയിലിനെയോ ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ അയാൾ വെറുതെ കാത്തിരിക്കില്ലല്ലോ. ഇല്ല. അയാളെ നിലമൊരുക്കുന്നു, വളമിടുന്നു, കളകൾ പറിക്കുന്നു. കാരണം ഈ പ്രയത്നങ്ങൾക്കെല്ലാം ഒടുവിൽ ഒരു വിളവെടുപ്പുണ്ടാകുമെന്ന് അയാൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് അയാളുടെ ക്ഷമയ്ക്ക് ഊർജം നൽകുന്നത്. അതുപോലെ ദൈവത്തിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന ഉറപ്പാണ് ഇവിടത്തെ ക്ഷമയുടെ അടിസ്ഥാനം. ഉപമ കൊള്ളാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സഹനത്തിനൊരർത്ഥമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട് എന്ന തിരിച്ചറിവാണ് ക്ഷമയെ ശക്തമാക്കുന്നത്. അത് വെറുമൊരു ഭാരമായി തോന്നുന്നതിന് പകരം നല്ലൊരു ഭാവിക്ക് വേണ്ടിയുള്ളൊരു നിക്ഷേപമായി മാറുന്നു. പക്ഷെ എനിക്കൊരു സംശയം. എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ച് ക്ഷമിച്ചിരിക്കുന്നത് അതൊരു തരം അലസതയായി മാറാൻ സാധ്യതയില്ലേ? വളരെ പ്രസക്തമായ ചോദ്യമാണത്. ഈ പറയുന്ന സജീവമായ ക്ഷമയും നമ്മൾ സാധാരണ കാണുന്ന നിഷ്ക്രിയമായ കാത്തിരിപ്പും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണ്? ആ അതിർവരമ്പാണ് ഈ വാക്യത്തിന്റെ അടുത്ത ഭാഗം. നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് നിങ്ങളെ ഉള്ളിലാണ്. അവിടെയാണ് ഈ ഉപദേശത്തിന്റെ ഭംഗി. ശരിയാണ്. അപ്പോൾ ഈ കാത്തിരിപ്പിനൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ വെറുതെ കാത്തിരുന്നാൽ മാത്രം പോരാ. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചെയ്യണം. ഒരുപക്ഷേ അതാണ് ഈ വാക്യത്തിലെ അടുത്ത ഭാഗം നമ്മളോട് പറയുന്നത്. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക. ഈ ക്രമം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. പുറമേയുള്ള പ്രശ്നങ്ങളിൽ ക്ഷമിക്കാൻ പറഞ്ഞതിനു ശേഷം പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ തന്നെ കുറവുകളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പറയുന്നു. ഇതൊരു ശക്തമായ മനഃശാസ്ത്രപരമായൊരു ഉൾക്കാഴ്ചയാണ്. പലപ്പോഴും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്തായിരിക്കും, അല്ലേ? അതെ. ആരാണ് കാരണം, എന്താണ് കാരണം, സമൂഹം ശരിയല്ല, സാഹചര്യം മോശമാണ്, മറ്റുള്ളവർ എന്നെ ചതിച്ചു, ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ തയ്യാറാക്കും. ശരിയാണ്. നമ്മളെപ്പോഴും ഒരു വില്ലനെ പുറത്തന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു അടിസ്ഥാന സ്വഭാവം പോലെയല്ലേ? അതെ. എന്നാൽ ഈ വാക്യം ആ ചിന്തയെ തകർക്കുകയാണ്. അത് പറയുന്നു, പുറത്തെ കൊടുങ്കാറ്റടങ്ങാൻ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കപ്പലിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കൊള്ളാം. ഒരുപക്ഷേ പുറത്തെ കാറ്റിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ കപ്പലിനെ മുക്കുന്നത് അതിനകത്തേക്ക് കയറുന്ന വെള്ളമായിരിക്കാം. ആന്തരികമായ ഈ ശുദ്ധീകരണമാണ് പാപമോചനം തേടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത്, ചിലപ്പോൾ നമ്മുടെ അക്ഷമയ്ക്കും നിരാശയ്ക്കും കാരണം പുറമേയുള്ള പ്രശ്നങ്ങളെക്കാൾ നമ്മുടെ ഉള്ളിലെ പരിഹരിക്കപ്പെടാത്ത കുറ്റബോധമോ
നമ്മൾ ചെയ്ത തെറ്റുകളുടെ ഭാരമോ ഒക്കെയാകാം. കൃത്യമായി. ആ ഭാരം താങ്ങിക്കൊണ്ട് ക്ഷമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇരട്ടി ഭാരമായി അനുഭവപ്പെടും. അതുതന്നെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കാര്യം. പാപമോചനം തേടുന്നത് ഒരു വിനയത്തിന്റെ പ്രവൃത്തിയാണ്. എന്റെ ഭാഗത്തും കുറവുകളുണ്ടാകാം, ഞാനത് അംഗീകരിക്കാനും തിരുത്താനും തയ്യാറാണ് എന്നൊരു മനോഭാവത്തിലേക്ക് വരുന്നു. ശരിയാണ്. ഇത് ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കാൻ നമ്മളെ യോഗ്യരാക്കുന്നൊരു പ്രക്രിയ കൂടിയാണ്. അഴുക്കുപുരണ്ടൊരു പാത്രത്തിൽ ശുദ്ധജലം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ആദ്യം പാത്രം കഴുകി വൃത്തിയാക്കണം. അതെ. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയം വെറുതെ ഇരിക്കാനുള്ളതല്ല, മറിച്ച് സ്വയം നവീകരിക്കാനും ശുദ്ധീകരിക്കാനുമുള്ളൊരവസരമാണ്. തീർച്ചയായും. ഒരുപക്ഷേ ആന്തരികമായി നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ പുറമേയുള്ള പ്രശ്നങ്ങളെ കാണുന്ന രീതി തന്നെ മാറിയേക്കാം. അതിന്റെ കാഠിന്യം കുറഞ്ഞതായി നമുക്ക് തോന്നാം. തീർച്ചയായും. ക്ഷമയും പാപമോചനവും പരസ്പരം താങ്ങും തണലുമാവുകയാണിവിടെ. നിങ്ങളുടെ ഉള്ളിലെ ഭാരം കുറയുമ്പോൾ പുറമേയുള്ള ഭാരം താങ്ങാൻ നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് കിട്ടും. ശരിയാണ്. പുറമേയുള്ള കാര്യങ്ങൾ ശരിയാകുമെന്ന പ്രതീക്ഷ ഉള്ളിലെ കാര്യങ്ങൾ ശരിയാക്കാനുള്ള പ്രചോദനവും നൽകും. ശരി. അപ്പോൾ നമ്മൾ പുറമേയുള്ള സാഹചര്യങ്ങളോട് ക്ഷമയോടെ പ്രതികരിക്കുന്നു, അതേസമയം ഉള്ളിലേക്ക് തിരിഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുന്നു. ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്നത് മാനസികമായി വളരെ വലിയൊരു അധ്വാനമാണ്. അതെ. ഈ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് നിലനിർത്താൻ സാധിക്കുക? ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ഇത് പറ്റുമായിരിക്കും. പക്ഷെ പ്രതിസന്ധി നീണ്ടുപോയാൽ നമ്മൾ തളർന്നുപോവില്ലേ? അവിടെയാണ് ഈ വാക്യത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗം വരുന്നത്. ഈ രണ്ടവസ്ഥകളെയും ഒരുമിച്ചു നിർത്തുന്ന, അതിനുവേണ്ട ഊർജം നൽകുന്ന ഒരു ചട്ടക്കൂട്. ഏതാണത്? വൈകുന്നേരവും രാവിലെയും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. ഇതൊരു ദിനചര്യ പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്? ആവർത്തനമാണ് ഇവിടെ പ്രധാനം. ഇതൊരു ഒറ്റത്തവണ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. ഓക്കേ. ക്ഷമയും പശ്ചാത്താപവും ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് തെന്നിമാറി നിരാശയിലേക്കോ അഹങ്കാരത്തിലേക്കോ വീഴാൻ വളരെ എളുപ്പമാണ്. ശരിയാണ്. അതില്ലാതിരിക്കാനുള്ളൊരു വഴിയാണ് ദൈവവുമായുള്ള ഈ നിരന്തരമായ ബന്ധം. ഇതൊരു നങ്കൂരം പോലെയാണ്. നങ്കൂരം? അതെ. ജീവിതമാവുന്ന കടലിലെ കൊടുങ്കാറ്റിൽ നമ്മുടെ ബോട്ട് ആടിയുലയുമ്പോൾ അതിനെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ഒരു നങ്കൂരം. ആ ഉപമ വളരെ ശക്തമാണ്. രാവിലെ ദൈവത്തെ സ്തുതിക്കുന്നത് ഒരുപക്ഷെ ആ ദിവസത്തെ നേരിടാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പായിരിക്കും. അതെ. എന്ത് സംഭവിച്ചാലും എനിക്കൊരു ആശ്രയമുണ്ട് എന്ന ചിന്തയോടെ ദിവസം തുടങ്ങുന്നു. കൃത്യം. വൈകുന്നേരത്തെ സ്തുതി ആ ദിവസം എത്ര മോശമായിരുന്നാലും അതിനെയും അതിജീവിച്ചതിനുള്ളൊരു നന്ദിപ്രകടനവും ഒരു വിലയിരുത്തലുമാകാം. അതെ. ഇത് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റിക്കുറിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന പ്രശ്നത്തിലോ നിങ്ങൾ പാപമോചനം തേടുന്ന തെറ്റിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തളർന്നു പോകാതെ, അതിനേക്കാളെല്ലാം വലിയ ഒരു ശക്തിയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് സ്തുതി. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതായി തോന്നാൻ തുടങ്ങും. ഇപ്പോഴാണ് എനിക്കത് വ്യക്തമായി മനസ്സിലായത്. അതെ. അപ്പോൾ ഈ മൂന്നാമത്തെ ഭാഗം ആദ്യത്തെ രണ്ടിനെയും നിലനിർത്തുന്ന ഇന്ധനം പോലെയാണോ? അതെ. സ്തുതി എന്ന പ്രവൃത്തി ക്ഷമയ്ക്കാവശ്യമായ പ്രതീക്ഷയും പാപമോചനത്തിനാവശ്യമായ വിനയവും നൽകുന്നു. ശരിയല്ലേ? 100% ശരിയാണ്. ഇവ മൂന്നും ചേർന്നൊരുക്കുന്ന ഒരു ആത്മീയ ചക്രമാണിത്. ഒരു സൈക്കിൾ പോലെ. അതെ. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ ക്ഷമിക്കാൻ എളുപ്പമാണ്. ശരിയാണ്. സ്തുതിയില്ലാത്ത ക്ഷമ ഒരുപക്ഷെ കയ്പുള്ളൊരു കാത്തിരിപ്പായി മാറിയേക്കാം. അതുപോലെ ദൈവത്തിന്റെ മഹത്വം ഓർക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം തെറ്റുകൾക്ക് പാപമോചനം തേടുന്നതിന് കൂടുതൽ അർത്ഥം കൈവരുന്നു. അത് അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. ശരി. ഈ ദൈനംദിന ആത്മീയ ചര്യയിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനം കൂടുതൽ അടുത്താണെന്ന് തോന്നും. കാരണം നിങ്ങൾ നിരന്തരം ആ ഉറവിടവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്ഷമ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്നു. അതെ. പാപമോചനം നിങ്ങളുടെ ഭൂതകാലത്തെ ശുദ്ധീകരിക്കുന്നു. ശരിയാണ്. സ്തുതി നിങ്ങളുടെ വർത്തമാനകാലത്തെ ഉറപ്പിച്ചു നിർത്തുന്നു. ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു വഴികാട്ടി. വളരെ മനോഹരമായി അതിനെ സംഗ്രഹിച്ചു.
ഒരു ത്രികോണം പോലെയാണ്. ആ 3 വശങ്ങളും ചേരുമ്പോഴാണ് അതിന് സ്ഥിരതയും പൂർണ്ണതയും ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ ആ ഘടന തകരും. ഇതു വെറും ഒരു ആശ്വാസവാക്കല്ല, മറിച്ച് അനിശ്ചിതത്വങ്ങളെ അതിജീവിക്കാനുള്ള ഒരു പ്രായോഗികമായ മാർഗരേഖയാണ്. നമ്മൾ തുടങ്ങിയത് വളരെ ലളിതമായ ഒരു വാക്യത്തിൽ നിന്നാണ്. എന്നാൽ അത് മാനസികവും ആത്മീയവുമായ കരുത്തു നേടാനുള്ള ഒരു സമ്പൂർണ്ണ മാർഗരേഖയായി നമ്മുടെ മുന്നിൽ വിടർന്നു. അതെ. ക്ഷമ, ആത്മപരിശോധന, സ്തുതി എന്നീ 3 ഘടകങ്ങൾ എങ്ങനെയാണ് പരസ്പരം പ്രവർത്തിച്ച് പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ശക്തമായ കവചം തീർക്കുന്നതെന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ നൽകിയ ഈ സ്രോതസ് അതിന്റെ വലുപ്പക്കുറവിൽ നമ്മളെ കബളിപ്പിക്കും. പക്ഷെ അതിനുള്ളിൽ വലിയൊരു തത്വമുണ്ട്. ഒരു സൂത്രവാക്യം പോലെ ഇതിനെ കാണാം. പ്രതീക്ഷയോടെയുള്ള ക്ഷമ പ്ലസ് വിനയത്തോടെയുള്ള പാപമോചനം പ്ലസ് സ്ഥിരമായ സ്തുതി ഈക്വൽസ് ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. കൊള്ളാം. നിങ്ങൾക്ക് ചിന്തിക്കാനായ ഒരു അവസാനത്തെ ആശയം നൽകി നമ്മൾ അവസാനിപ്പിക്കാം. ഈ വാക്യം തുടങ്ങുന്നത് അതിനാൽ ക്ഷമിക്കുക, അതായത് ഫസ്ബിർ എന്നാണ്. അറബിയിലെ ഫ എന്ന അക്ഷരം ഇവിടെ അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നൊരു അർത്ഥം നൽകുന്നുണ്ട്. ശരിയാണ്. അത് സൂചിപ്പിക്കുന്നത് ഇതിനു മുൻപുള്ള ഒരു വിഷയത്തിന്റെ തുടർച്ചയോ നിഗമനമോ ആയാണ് ഈ ഉപദേശം വരുന്നത് എന്നാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഒരു സംഭാഷണത്തിന്റെ മധ്യത്തിൽ നിന്നെടുത്ത ഒരു ഭാഗം പോലെയാണിത്. അതെ. അതിനാൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. എന്ത് സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? കൃത്യം. നമ്മുടെ ഈ ചർച്ച ഈ വാക്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. എന്നാൽ ഈ വാക്യത്തിന് തൊട്ടുമുൻപുള്ള വാക്കുകൾ കൂടി പരിശോധിച്ചാൽ ഈ ശക്തമായ ഉപദേശം ഏത് പ്രത്യേക സാഹചര്യത്തിലാണ് നൽകപ്പെട്ടത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചേക്കാം. തീർച്ചയായും. ഒരുപക്ഷേ അടുത്തതായി നിങ്ങൾക്കത് അന്വേഷിച്ചു നോക്കാവുന്നതാണ്. ഈ 3 പടികളുള്ള ഉപദേശത്തിന് കാരണമായ ആ സാഹചര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ വാക്കുകളുടെ അർത്ഥത്തിന് ഒരു പുതിയ തലം കൂടി നൽകിയേക്കാം.